നമസ്കാരം. വേ ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ കറണ്ട് അഫെയർ സീരീസ് 2024 ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പോയിന്റിലേക്ക് കടക്കാം. 96ാമത് ഓസ്കാർ പുരസ്കാരം 2024 നടന്നത്. എത്രാമത് ഓസ്കാർ പുരസ്കാരമാണ്, എത്രാമത് ഓസ്കാർ അവാർഡാണ് നൽകിയത് 2024? 96ാമത് ഓസ്കാർ അവാർഡാണ് നൽകിയത് അല്ലേ. 96ാമത് ഓസ്കാർ അവാർഡാണ് 2024 നൽകിയത്. മികച്ച ചിത്രം ഏതായിരുന്നു? 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച മികച്ച ചിത്രം ഓപ്പൺ ഹൈമർ എന്ന ചിത്രമാണ്. ഓപ്പൺ ഹൈമർ എന്ന ചിത്രത്തിനാണ് മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ പുരസ്കാരം 2024 ലഭിച്ചത്. മികച്ച സംവിധായകൻ ആരായിരുന്നു? ക്രിസ്റ്റഫർ നോളനാണ് മികച്ച സംവിധായകൻ. ഓപ്പൺ ഹൈമർ എന്ന ചിത്രത്തിൻ്റെ തന്നെ സംവിധായകനാണ് ആര്? ക്രിസ്റ്റഫർ നോളൻ. അദ്ദേഹത്തിന് തന്നെയാണ് ഏത് കിട്ടിയത്? മികച്ച സംവിധായകനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്. മികച്ച നടൻ കീലിയൻ മർഫി. മികച്ച നടൻ്റെ പേരെന്താണ്? കീലിയൻ മർഫി. ഇദ്ദേഹവും ഓപ്പൺ ഹൈമർ എന്ന ചിത്രത്തിലെ വേഷത്തിനാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ ഓപ്പൺ ഹൈമർ എന്ന ചിത്രത്തിന് എത്ര പുരസ്കാരങ്ങളായി? മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം, മികച്ച സംവിധായകനുള്ള പുരസ്കാരം, മികച്ച നടനുള്ള പുരസ്കാരം. ഇത്രയും ഓപ്പൺ ഹൈമറിൽ നിന്നാണ്. മികച്ച ചിത്രം ഓപ്പൺ ഹൈമർ, മികച്ച സംവിധായകൻ ഓപ്പൺ ഹൈമറിൻ്റെ സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ, മികച്ച നടൻ ഓപ്പൺ ഹൈമറിലെ നായകൻ ആരാണ്? കീലിയൻ മർഫി. മികച്ച നടി ആരാണ്? മികച്ച നടി പുവർ തിങ്സ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് എമ്മ സ്റ്റോൺ എന്ന നടിക്കാണ്. എമ്മ സ്റ്റോണിനാണ് മികച്ച നടിക്കുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്. ചിത്രമേതാണ്? പുവർ തിങ്സ് ആണ്. പുവർ തിങ്സ്. അപ്പോൾ എത്രാമത് ഓസ്കാർ പുരസ്കാരമാണ് 2024 നൽകിയതെന്ന് ചോദിച്ചാൽ എത്രാമതാണ്? 96ാമതാണ്. മികച്ച ചിത്രം ഓപ്പൺ ഹൈമർ, മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ ഓപ്പൺ ഹൈമർ, മികച്ച നടൻ കീലിയൻ മർഫി ഓപ്പൺ ഹൈമർ, മികച്ച നടി എമ്മ സ്റ്റോൺ പുവർ തിങ്സ് എന്ന ചിത്രം. ഓക്കെ ആണല്ലോ. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമാണ് ഒഡീസിയസ്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമാണ് ഒഡീസിയസ്. ഓക്കെ, അമേരിക്കയുടെ പേടകമാണ് കേട്ടോ. അമേരിക്കൻ സ്വകാര്യ കമ്പനിയുടെ പേടകമാണ് ഇത് ഒഡീസിയസ് എന്ന് പറയുന്നത്. 71ാമത് മിസ് വേൾഡായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024 71ാമത് മിസ് വേൾഡായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റീന പിസ്കോവയാണ്. ക്രിസ്റ്റീന പിസ്കോവ. ചെക്ക് റിപ്പബ്ലിക്കൻ താരമായിട്ടുള്ള ക്രിസ്റ്റീന പിസ്കോവയാണ് 71ാമത് മിസ് വേൾഡായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, ചെക്ക് റിപ്പബ്ലിക്കൻ വനിതയാണ് ആര്? ക്രിസ്റ്റീന പിസ്കോവ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേരാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേരെന്താണ്? ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്നാണ്. ഈ കൃതി ഇവിടെ പറഞ്ഞതുകൊണ്ട് പറയാം. ഇത് പ്രസിദ്ധീകരിക്കുന്ന ഏകദേശം 2024 പക്ഷേ അദ്ദേഹം മരിക്കുന്ന എന്നാണ്? 2025 ഏപ്രിലാണ്. 2025 ഏപ്രിലാണ് ആര് മരണപ്പെടുന്നത്? ഫ്രാൻസിസ് മാർപ്പാപ്പ കേട്ടോ. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടൊരു പോയിന്റ് വന്നതുകൊണ്ട് പറഞ്ഞാണ്. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചതെന്നാണ്? 2025 ഏപ്രിലാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്നത്. 2024 ലോക സന്തോഷ സൂചിക. 2024 ലോക സന്തോഷ സൂചികയിൽ ഐക്യരാഷ്ട്ര സംഘടന പ്രസിദ്ധീകരിക്കുന്ന സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഫിൻലൻഡാണ്. 2024 ഐക്യരാഷ്ട്ര സംഘടന പ്രസിദ്ധീകരിച്ച ലോക സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? അത് ഫിൻലൻഡാണ്. ഫിൻലൻഡ്. അപ്പോൾ എന്തൊക്കെ പോയിന്റുകളാണ് പറഞ്ഞത്? 2024 ഓസ്കാർ പുരസ്കാരം പറഞ്ഞല്ലേ. എത്രാമത് ഓസ്കാർ ആയിരുന്നു? 96ാമത് ഓസ്കാർ ആയിരുന്നു. മികച്ച ചിത്രം ഓപ്പൺ ഹൈമർ, മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ, മികച്ച നടൻ കീലിയൻ മർഫി, മികച്ച നടി എമ്മ സ്റ്റോൺ. ഓക്കെ ആണല്ലോ. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമാണ് ഒഡീസിയസ്. ഒരു അമേരിക്കൻ നിർമ്മിത പേടകമാണ് ഇത് ഒഡീസിയസ്. 71ാമത് മിസ് വേൾഡായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റീന പിസ്കോവയാണ്. ചെക്ക് റിപ്പബ്ലിക്കൻ വനിതയാണ് ക്രിസ്റ്റീന പിസ്കോവ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ഏതാണ്? ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്നതാണ്. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ലോക സന്തോഷ സൂചികയിൽ 2024 ഐക്യരാഷ്ട്ര സംഘടന പ്രസിദ്ധീകരിച്ച ലോക സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനം ഫിൻലൻഡിലാണ്. ഫിൻലൻഡ്. അപ്പോൾ 1ാം സ്ഥാനം ഫിൻലൻഡിലാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126ആണ്. 2024 കാര്യമാണ് പറയുന്നത്. 2024 ഐക്യരാഷ്ട്ര സംഘടന പ്രസിദ്ധീകരിച്ച ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126ആണ്.
ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ്. ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. അപ്പോൾ 2024 ഐക്യരാഷ്ട്ര സംഘടന പ്രസിദ്ധീകരിച്ച ലോക സന്തോഷ സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 126. ഏറ്റവും പിന്നിലുള്ള ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാൻ. അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്ക് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യം ഏതാണ്? ദക്ഷിണ സുഡാനാണ്. അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്ക് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യം ഏതാണ്? ദക്ഷിണ സുഡാനാണ്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകത്തിൻ്റെ പേരാണ് യൂറോപ്പ ക്ലിപ്പർ. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണേത്? യൂറോപ്പ ക്ലിപ്പർ. 2024 നാറ്റോയുടെ 75-ാം വാർഷിക സമ്മേളനം നടന്നത് വാഷിങ്ടൺ DC-യിലാണ്. 2024 നാറ്റോയുടെ 75-ാം വാർഷിക സമ്മേളനം നടന്നത് എവിടെയാണ്? വാഷിങ്ടൺ DC-യിലാണ്. 2024 നാറ്റോയിൽ അംഗമായ രാജ്യമാണ് സ്വീഡൻ. 2024 നാറ്റോയിൽ അംഗമായ 32ാമത്തെ അംഗരാജ്യമാണേത്? സ്വീഡൻ. 2024 ആബേൽ പുരസ്കാരം ലഭിച്ച ഗണിതശാസ്ത്രജ്ഞനാണ് മൈക്കൽ തലാഗ്രാൻഡ്. നോക്ക്, ഗണിതശാസ്ത്ര മേഖലയിൽ കൊടുക്കുന്ന ഒരു പരമോന്നത പുരസ്കാരമാണ് ആബേൽ പുരസ്കാരം. ഈ ആബേൽ പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? മൈക്കൽ തലാഗ്രാൻഡിനാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 2024 ഐക്യരാഷ്ട്ര സംഘടന പ്രസിദ്ധീകരിച്ച ലോക സന്തോഷ സൂചികയിൽ 1-ാം സ്ഥാനം ഫിൻലൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 126. ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാൻ. ഇത് മൂന്നും കൂടി ഒരുമിച്ച് ഓർത്ത് വയ്ക്കുക. അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്ക് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യം ഏതാണ്? ദക്ഷിണ സുഡാനാണ്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. 2024 നാറ്റോയുടെ 75-ാം വാർഷിക സമ്മേളനം നടന്നത് വാഷിങ്ടൺ DC-യിലാണ്. 2024 നാറ്റോയിൽ അംഗമായ രാജ്യമാണ് സ്വീഡൻ. 32ാമത്തെ അംഗരാജ്യം ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ്? സ്വീഡനാണ്. 2024 ആബേൽ പുരസ്കാരം ലഭിച്ച ഗണിതശാസ്ത്രജ്ഞനാണ് മൈക്കൽ തലാഗ്രാൻഡ്. അടുത്ത പോയിന്റിലേക്ക് പോകാം. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ച വ്യക്തി ആരാണ്? ഒലെഗ് കൊനോനെങ്കോയാണ്. റഷ്യക്കാരനാണ്. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റാണിത്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ച വ്യക്തിയാണ് ആര്? ഒലെഗ് കൊനോനെങ്കോ, റഷ്യൻ സഞ്ചാരിയാണ്. 2024 ലോക സർക്കാർ ഉച്ചകോടിയുടെ വേദി ദുബായിയാണ്. ദുബായ്. 2024 ലോക സർക്കാർ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? UAE-യിലെ ദുബായിയാണ്. ഇന്ത്യയുടെ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് അഥവാ UPI തയ്യാറാക്കിയ UAE-യുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമാണ് ജെയ്വാൻ. ഇന്ത്യയുടെ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസിൽ തയ്യാറാക്കിയ UAE-യുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമാണ് ജെയ്വാൻ. ഗർഭഛിദ്രം സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശമാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യമാണ് ഫ്രാൻസ്. ഗർഭഛിദ്രം സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശമാക്കി മാറ്റിയ ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? ഫ്രാൻസാണ്. 2023 റിപ്പോർട്ട് പ്രകാരം ലോക വായു മലിനീകരണത്തിൽ ആദ്യ 3 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇന്ത്യ എന്നീ രാജ്യങ്ങളാണ്. 2023 റിപ്പോർട്ട് പ്രകാരം ലോകത്ത് വായു മലിനീകരണത്തിൽ ആദ്യ 3 സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് 1-ാം സ്ഥാനം ബംഗ്ലാദേശ്, 2-ാം സ്ഥാനം പാകിസ്ഥാൻ, 3-ാം സ്ഥാനം ഇന്ത്യ. അതായത് വായു മലിനീകരണ റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 3 ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമെന്ന് അറിയപ്പെടുന്ന പോയിൻ്റായിട്ടുള്ള നിമോയിൽ എത്തിയ ആദ്യ വ്യക്തിയാണ് ക്രിസ് ബ്രൗൺ. ബ്രിട്ടീഷുകാരനാണ് ക്രിസ് ബ്രൗൺ. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമെന്നറിയപ്പെടുന്ന പോയിൻ്റ് നിമോയിലെത്തിയ ആദ്യ വ്യക്തിയാണ് ക്രിസ് ബ്രൗൺ. ഭൂട്ടാൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി ഡ്രക്ക് ഗ്യാൽപോ സ്വന്തമാക്കിയ ആദ്യ വിദേശീയനാണ് നരേന്ദ്രമോദി. ഭൂട്ടാൻ്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് ദി ഡ്രക്ക് ഗ്യാൽപോ പുരസ്കാരം നേടിയ ആദ്യ വിദേശീയൻ ആരാണ്? അത് നരേന്ദ്രമോദിയാണ്. ആദ്യ ന്യൂക്ലിയർ എനർജി ഉച്ചകോടിക്ക് വേദിയായ നഗരം ബ്രസൽസ് ആണ്. ബെൽജിയത്തിലെ ബ്രസൽസ്. ആദ്യ ന്യൂക്ലിയർ ഉച്ചകോടിക്ക് വേദിയായ നഗരം എവിടെയാണ്? ബ്രസൽസ് ആണ്. ബെൽജിയത്തിലെ ബ്രസൽസ്. ജിമെയിൽ നിലവിൽ വന്നത് 2004 ഏപ്രിൽ 1-നാണ്. ജിമെയിൽ ഔദ്യോഗികപരമായി നിലവിൽ വന്നത് എന്നാണ്? 2004 ഏപ്രിൽ 1-നാണ്. 2024 ആകുമ്പോഴേക്കും അപ്പോൾ എത്ര വർഷമാവും? 20 വർഷം പൂർത്തിയാകും. ഓക്കെ ആണല്ലോ. ഒന്നും കൂടി നോക്കാം. ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ കാലം സമയം ചിലവഴിച്ച വ്യക്തി ആരാണ്? ഒലെഗ് കൊനോനെങ്കോയാണ്. റഷ്യക്കാരനാണ്. 2024 ലോക സർക്കാർ ഉച്ചകോടിയുടെ വേദി UAE-യിലെ ദുബായിയാണ്. ഇന്ത്യയുടെ യൂണിഫൈഡ് പേയ്മെൻറ്റ് സംവിധാനം തയ്യാറാക്കിയ UAE-യുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമാണ് ജെയ്വാൻ. ഗർഭഛിദ്രം സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശമാക്കിയ ലോകത്തെ ആദ്യ രാജ്യമാണ് ഫ്രാൻസ്. 2023 റിപ്പോർട്ട് പ്രകാരം ലോകത്ത് വായു മലിനീകരണത്തിൽ ആദ്യം 3 സ്ഥാനങ്ങളിലുള്ളത് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇന്ത്യ എന്നിങ്ങനെയാണ്. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമെന്നറിയപ്പെടുന്ന പോയിൻ്റ് നിമോയിൽ എത്തിയ ആദ്യ വ്യക്തിയാണ് ആര്? ക്രിസ് ബ്രൗൺ. ആരാണ്? ക്രിസ് ബ്രൗൺ. ബ്രിട്ടീഷുകാരനാണ്.
ഭൂട്ടാൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി ഡ്രക്ക് ഗ്യാൽപോ സ്വന്തമാക്കിയ വിദേശീയനാണ് നരേന്ദ്രമോദി. ആദ്യ ന്യൂക്ലിയർ എനർജി ഉച്ചകോടിക്ക് വേദിയായ നഗരം എവിടെയാണ്? ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. ജിമെയിൽ ഔദ്യോഗികമായി നിലവിൽ വന്ന 2004 ഏപ്രിൽ 1 20ാം വാർഷികമാണ് 2024 നടക്കുന്നത്. പോയിന്റുകളൊക്കെ ക്ലിയർ ആയല്ലോ. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. താങ്ക്